പ്രാക്കുളം ജംഗ്ഷൻ ഒരു വേള ഓണാഘോഷത്തിൻ്റെ പൂരനഗരമായി മാറി. പാതാളത്തിലേക്ക് മടങ്ങിപ്പോയ മഹാബലി തമ്പുരാൻ പ്രാക്കുളത്തെ ഓണാഘോഷം കൂടി കണ്ട ശേഷമാണ് തിരികെ പോയത്. പുലർച്ചെ മുതൽ തന്നെ പ്രാക്കുളം ഫ്രണ്ട്സ് ക്ലബിൻ്റെ അങ്കണത്തിൽ ആഭാലവൃദ്ധ ജനങ്ങൾ തടിച്ചുകൂടി. പിന്നെ മത്സരങ്ങളിൽ പേര് നൽകാനുള്ള തിരക്കും. ഒടുവിൽ റഫറിയുടെ വിസിൽ മുഴങ്ങിയതോടെ കസേരകളി, ചാക്കിലോട്ടവും ഓട്ടമത്സരവും. ഇവ ആർപ്പുവിളികളോടെ കത്തിക്കയറുമ്പോൾ ഇതാ വരുന്നു അടുത്ത കിടിലൻ മത്സരങ്ങളായ വടംവലിയും ഓലമടയിലും. വീട്ടിലെ അടുക്കളകൾക്ക് അവധി നൽകി നാരിമാർ കൂടി മത്സരങ്ങളിൽ പങ്കെടുത്തതോടെ ഒന്ന് പകച്ചു. തോറ്റുകൊടുക്കാൻ പറ്റില്ലല്ലോ. നേർക്കുനേർക്കല്ലെങ്കിലും പുരുഷ വനിതാ മത്സരങ്ങൾ ഒരർത്ഥത്തിൽ മാമാങ്കമായി മാറി. വീറും വാശിയും ഒത്തുചേർന്ന ഓലമടയിൽ മത്സരത്തിൽ നിരവധി ടീമുകൾ പങ്കെടുത്തു. പുരുഷ വനിതാ മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ വനിതകൾ മെടഞ്ഞ ഓലക്കെട്ട് ഒരുപടി നരന്മാരുടെ ഓലക്കെട്ടുകളെക്കാൾ മുന്നിലെത്തി. ഗതകാല സ്മരണകൾ ഉണർത്തുന്ന ഓലമേഞ്ഞ വീടുകൾ ഇന്ന് കാലയവനിക്കപ്പുറം മാറിയെങ്കിലും ഓലമടയിൽ ഇന്നും അന്യമല്ലെന്ന് മത്സരാർത്ഥികൾ തെളിയിച്ചു. മത്സരങ്ങൾക്ക് അമിട്ടുപൊട്ടിച്ചുകൊണ്ട് പിന്നെ വടംവലി മത്സരം. പ്രാക്കുളത്തെ നാട്ടുകാരുടെ കായിക ശക്തി മനസ്സിലാക്കി ചിലർ അന്യപ്രദേശത്തു നിന്നും ടീമുകളെ അങ്കത്തട്ടിലിറക്കി. ഓലമടയിൽ മത്സരത്തിൽ വിജയിച്ച പ്രാക്കുള നിവാസികൾ പക്ഷേ വടംവലിയിൽ അടിതെറ്റി. തൊട്ടടുത്ത കരയിൽ നിന്നെത്തിയവർ മത്സരത്തിൽ കിരീടം ചൂടിയപ്പോൾ ഇത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ നാട്ടുകാർ തോളിലേറ്റി. അതിഭാഷയേറിയ വടംവലി മത്സരമാണ്. ഫ്രണ്ട്സ് ക്ലബിന്റെ 59ാം വാർഷികവും ഓണാഘോഷവും ഇങ്ങനെ പൊടിപൊടിച്ചു. നാരുമാരുടെ പങ്കാളിത്തം ഏറെയായതിനാൽ മാബലി തമ്പുരാനും സന്തോഷമായി. മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് കൈനിറയെ സമ്മാനങ്ങളുമായാണ് മടങ്ങിയത്. 2000 രൂപയുടെ ക്യാഷ് പ്രൈസുമായി മടങ്ങിയ ടീമുകൾ അടുത്ത വർഷവും എത്തുമെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു ഓണവും കൂടി കടന്നുപോയി. ഒപ്പം മാബലി തമ്പുരാനും.